ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ ദോശയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ 1/2 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, മൈദ 1/4 കപ്പ്, തൈര് 3 ടേബിൾ സ്പൂൺ. അധികം പുളിയില്ലാത്തതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. പുളി കുറവാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കണം. ഓയിൽ ആവശ്യത്തിന്, 2.5 കപ്പ് വെള്ളം, നല്ല ജീരകം 1/2 ടീസ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, കറിവേപ്പില അരിഞ്ഞെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, ഒരു നുള്ള് കായപ്പൊടി, കുരുമുളക് ചതച്ചെടുത്തത് 1/2 ടീസ്പൂൺ. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ, അരിപ്പൊടി, മൈദ, മൂന്ന് ടേബിൾ സ്പൂൺ തൈര്, പച്ചമുളക് അരിഞ്ഞത്, സവാള, കുരുമുളക് ചതച്ചത്, ഇഞ്ചി, മല്ലിയില വേണമെന്നില്ല കേട്ടോ, ജീരകം, വേപ്പില അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് കായപ്പൊടി. ഇനി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇത് കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ 2.5 ഗ്ലാസ് വെള്ളം എടുത്തെങ്കിലും 2 ഗ്ലാസ് വെള്ളമേ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇത് ശരിക്കും നല്ല വെള്ളം പോലെ ഇരിക്കണം. ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഉണ്ടോ, നല്ല വെള്ളം പോലെ ഇരിക്കണം, ഇങ്ങനെ നല്ല അഴവായിട്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഇപ്പോൾ ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഓയിലിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് സൈഡിൽ നിന്ന് ഒഴിച്ചു വരാം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ. ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ ദോശ വേകുന്നതിനേക്കാൾ ഈ റവ ദോശയ്ക്ക് ടൈം കൂടുതൽ വേണം.
അങ്ങനെ നമ്മുടെ റവ ദോശ റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതൊന്നും ഇല്ലെങ്കിലും ചട്നിയോ സാമ്പാറോ ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ സാമ്പാറിൻ്റെ കൂടെയോ വൈറ്റ് ചട്നിയോ മുളക് ചമ്മന്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം.